കൊണ്ടുവന്ന പാടെ ഉരുളിയിലേക്കൊന്ന് കുടഞ്ഞിട്ട് നോക്കാം. കടലിൽ നിന്ന് പിടിച്ചെടുത്ത ഉടനെ ഫ്രഷായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന മീനാണിത് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഉരുളൻ പാര. അതിനെ പറക്കി കവറിലിട്ടിട്ട് അടുത്ത മീനിനെ കുടഞ്ഞിടാം. പിന്നെ നല്ല ഒന്നാം തരം ചൂര മീനുണ്ട്. നല്ല ഫ്രഷായിട്ട് പിടിച്ചെടുത്ത പാടെ കൊണ്ടുവന്നതാണ്. മരുന്നൊന്നും അടിക്കാത്ത നല്ല ഒന്നാം തരം പച്ചയ്ക്ക് പച്ചയായിട്ടുള്ള ചൂര. അടുത്തതായിട്ട് മേടിച്ചേക്കുന്നത് അയിലയാണ്. നല്ല ഫ്രഷായിട്ടുള്ള അയില. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നും. അപ്പോൾ ഈ മീനുകളൊക്കെ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കൊണ്ടുവന്ന പാടെ 2 ഉരുളൻ പാര എടുത്ത് വറുത്താലോ? ഒരു 2 എടുത്ത് ഞാൻ അതിനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി അതിനെ അങ്ങോട്ട് വറുത്ത് എടുത്ത് അങ്ങോട്ട് തിന്നണം. ഉരുളൻ പാര നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ ഒരെണ്ണം തന്നെ നല്ല സൈസാണ്. ഒന്ന് വയറ് നിറയാനുണ്ട് ഒരെണ്ണം. ഇങ്ങനെ എണ്ണയിലേക്ക് അങ്ങോട്ട് മസാലയൊക്കെ പുരട്ടി വറുത്തെടുത്ത് പിടിച്ച പാടെ കൊണ്ടുവന്നെടുത്ത് വറുത്തങ്ങോട്ട് തിന്നുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നേ. അപ്പോൾ ഇത്രയും ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? ചെന്ന പാടെ അവിടെ ഒരു അതിഥി ഉണ്ടായിരുന്നു. ഒരു പട്ടിക്കുട്ടി. തീരെ പൊടിയാണ്. ആരോ കൊണ്ടുവിട്ടതാണ്. അപ്പോൾ ഈ മീൻ കിട്ടുന്ന ഇടം എവിടെയാണെന്ന് അറിയാമോ? പുനലൂർ അഞ്ചൽ സംസ്ഥാന ഹൈവേയിൽ പുനലൂരിൽ നിന്നും 2 കിലോമീറ്റർ അടുക്കളമൂല എന്ന സ്ഥലത്ത്. മീൻ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ക്യൂ ആണ്. കൊണ്ടുവന്ന് ഇറക്കി വെച്ചില്ല, അതിന് മുന്നേ ആൾക്കാർ വന്ന് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. കൊണ്ടുവരുന്നതിന് മുന്നേ ആളായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ ഒരു 11 മണി മുതൽ വൈകിട്ടൊരു 5:30 വരെ ഈ മീനെ നമുക്ക് വാങ്ങാവുന്നതാണ്. കൊണ്ടുവന്ന് ഇറക്കുന്നതിൻ്റെ ആ ഒരു താമസം മാത്രം ആൾക്കാർ വന്ന് തുരുതുരാന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. കടകളിലേക്കും ഹോട്ടലുകളിലേക്കും അല്ലാതെ വീടുകളിലേക്കും ഒരുപാട് ആൾക്കാർ വന്ന് അവരവരുടെ ആവശ്യത്തിനും അധികം വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാം. ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാലും ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്ന നല്ല ഫ്രഷായിട്ടുള്ള മീനായതുകൊണ്ടാവാം ആൾക്കാർ കൂടുതലും ഇവിടേക്ക് എത്തിപ്പെടുന്നത്. കൊല്ലം നീണ്ടകരയിൽ നിന്നും ഡയറക്റ്റ് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിഷമൊന്നും ചേർത്തിട്ടുമില്ല. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ മീൻകട ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരുപാട് ദൂരയിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് മേടിച്ചു കൊണ്ട് പോകുന്നത് കാണാം. പുനലൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഹോട്ടലുകാരും ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നത്. കണ്ടില്ലേ, നല്ല ഫ്രഷ് ചൂര. ഒരു പെട്ടിയെ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഓരോരോ പെട്ടികളായിട്ട് ഇവരിവിടേക്ക് നിരത്തിയിടാൻ പോവുകയാണ്. ഈ ഇടുന്നതാണ് ഉരുളൻ പാര. എല്ലാ ദിവസങ്ങളിലും 2 കിലോയും 3 കിലോയും ഒക്കെ വരുന്ന നെയ്മീനുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നെന്തോ പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇല്ലായിരുന്നു. വങ്കടയും കരിച്ചാളയും അയലയും ചൂരയും ഉരുളൻ പാരയും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടിറക്കുന്നത് തന്നെ കാണാൻ തന്നെ ഒരു രസമാണ്. ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഇതൊക്കെ കണ്ട് കണ്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അടുത്തത് കൊണ്ടിടാൻ തുടങ്ങുന്നു. ഇതിനെയാണ് വാള എന്ന് പറയുന്നത്. നല്ല പച്ച വാളമീൻ. ക്യാമറയിൽ എടുക്കുമ്പോൾ നമുക്ക് സൈസ് കൃത്യമായി അറിയില്ല, പക്ഷേ നല്ല ഒന്നാം തരം വാളമീനാണ് കേട്ടോ, നല്ല സൈസിലുള്ളത്. വാളമീൻ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ വാരിയിടുന്നത് വെള്ളശീലവ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് കൊണ്ടിടാൻ പോകുന്നത് കണ്ണനയിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ല ഫ്രഷ് മീനാണ്. ഇതിലേത് മീനാണെങ്കിലും നല്ല പച്ചയായിട്ട് എടുത്തുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ നല്ല കക്കയിറച്ചി ഉണ്ടായിരുന്നു. 2 സൈഡിലായിട്ട് കക്കയിറച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. കക്കയിറച്ചി ആൾക്കാർ വന്ന് തൂക്കി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആൾ കൂടിക്കൂടി വരികയാണ്. ഇനി ആൾ തീരെ കുറയില്ല, കൂടി വരികയുള്ളൂ. ഞങ്ങൾ ചെന്നത് സ്റ്റാർട്ടിങ് സമയത്തായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വീഡിയോ എടുക്കാൻ കിട്ടിയത്. എന്നിട്ട് പോലും നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. ആൾക്കാരെല്ലാം കൂടെ മീനുകളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. 4-5 ചേച്ചിമാരും പിന്നെ കുറേ ചേട്ടന്മാരും എല്ലാം കൂടിയാണ് ഇതിനെ പറക്കി കൊടുക്കുന്നത്. മീൻ വാരി 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 അവർ ക്ഷീണിച്ചാണ് വാരുന്നത്. വാളമീനെയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് 2ആയിട്ട് ചുരുട്ടിയാണ് അവർ കവറിനകത്ത് കയറ്റുന്നത്. കാരണം ഒന്ന് ഓർത്തോണം, അത്രത്തോളം സൈസ് ഉണ്ടത്.
ആൾക്കാരൊക്കെ കെട്ടുകണക്കിന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മീനെല്ലാം കൂടി ഇവർക്ക് എന്തിനാണെന്ന്. പക്ഷേ ഈ മീനെല്ലാം അവർ കൊണ്ട് ചെന്നിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഹോട്ടലുകാർക്കാണെങ്കിൽ പിന്നെ പറയണ്ട, വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇവിടുന്ന് മീൻ കിട്ടും. ഡെയിലി മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെയും വാരിയിട്ട് തരും. നിരന്തരം വന്ന് വാങ്ങുന്നവർക്കാണെങ്കിൽ പോലും അല്ലാത്തവർക്കാണെങ്കിൽ പോലും അവർ ഇഷ്ടം പോലെ മീൻ വാരിക്കോരി കൊടുക്കും. എല്ലാ ദിവസങ്ങളിലും ഇവിടെ മീൻ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏകദേശം ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നിരിക്കും. അപ്പോഴത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാം. മരുന്നടിച്ച മീൻ തിന്നുന്നതിൽ എത്രയോ നല്ലതാണ് ഇത്രയും ഫ്രഷായിട്ടുള്ള മീൻ ഇച്ചിരി ദൂരെയാണെങ്കിലും പോയി വാങ്ങിക്കൊണ്ട് വന്ന് തിന്നുന്നത്. അത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടുമെങ്കിലോ അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ മീനെ വാരി 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 അങ്ങോട്ട് തെള്ളണത് കണ്ടാ ആഹാ, കാണാൻ എന്താ രസം. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി തൂക്കിയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് പോവാണ്. ഇനി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, വീട്ടിലേക്ക് പോവാം. അപ്പോൾ കൊണ്ടുവന്ന പാടെ എടുത്ത് പൊരിച്ച മീൻ ഏതാണ് എവിടുന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് നമ്മുടെ അടുക്കള മൂലയിലെ മീൻ കട. ഫ്രഷായിട്ടുള്ള മീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. മീൻ കൂടാതെ തൊട്ടടുത്ത് തന്നെ പച്ചക്കറി കടയും ഉണ്ട്. അപ്പം ടാറ്റാ, ബൈ.